കോഴിക്കോട് പേരാമ്പ്ര അനു വധക്കേസിൽ പ്രതി മുജീബ് റഹ്മാനുമായുള്ള തെളിവെടുപ്പ് ഇന്ന് നടക്കുമെന്നാണ്. അതിന്റെ വിശദാംശങ്ങളുമായിട്ടാണ് ദീപക് ധർമ്മടം കോഴിക്കോട് നിന്ന് ചേരുന്നത്. എന്തായാലും വളരെ നിർഭാഗ്യകരമായ ഒരു സംഭവമായി കേരളത്തിൽ. എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇത്രയധികം കേസിൽ പ്രതിയായ ഒരാൾ എങ്ങനെയാണ് പുറത്ത് നടന്നത് എന്നുള്ളതാണ്. ജാമ്യമൊക്കെ കിട്ടി. ഇയാളെയൊക്കെ യഥാർത്ഥത്തിൽ നമ്മുടെ നികുതി പണം കൊണ്ട് ഉപയോഗിച്ചാലും കുഴപ്പമില്ല, ദുരുപയോഗപ്പെടുത്തിയാലും കുഴപ്പമില്ല. ഈ കക്ഷികളെയൊക്കൊന്നും പുറലോകം കാണിക്കാൻ പാടില്ലായിരുന്നു. കാര്യം ഒരു പാവം അനുവിന്റെ ജീവൻ അതോടെ പൊലിഞ്ഞുപോയി. ദീപക് ധർമ്മടം ചേരുന്നു. ഗുഡ് മോർണിംഗ് ദീപക്, വെൽക്കം ടു കൊല്ലം. വെരി ഗുഡ് മോർണിംഗ്. എസ് കെന്റെ സ്വന്തം നാടല്ലേ. താങ്ക് യു, വെരി ഗുഡ് മോർണിംഗ്. എസ് കെ, ഈ പേരാമ്പ്ര അനു വധക്കേസ് യഥാർത്ഥത്തിൽ ഒരു കവർച്ചാ കൊലപാതകമാണ്. എസ് കെ പറഞ്ഞതുപോലെ ദാരുണമായൊരു കൊലപാതകം മാത്രമല്ല, നമ്മുടെ നിയമ സംവിധാനത്തിൻ്റെയൊക്കെ പഴുതുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു കൊടും ക്രിമിനൽ ഇങ്ങനെ നാട്ടിൽ സ്വൈര്യവിഹാരം നടത്തുന്നു. കാരണം നേരത്തെ തന്നെ നിരവധി കവർച്ച 50-ലേറെ കേസുകളിൽ പ്രതിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ പോലീസ് വൈകിയ വേളയിൽ വളരെ കർശനമായ നടപടിയിലേക്ക് കടന്നു. ഇന്നിപ്പോൾ തെളിവെടുപ്പ് നടക്കും. ക്രൈം സ്പോട്ടിൽ, അതായത് ഈ അനുവിനെ കൊലപ്പെടുത്തിയ ആ കവർച്ച നടന്ന സ്ഥലത്ത്, അതായത് ബൈക്കിൽ ലിഫ്റ്റ് നൽകുന്നു, അതിനുശേഷം സ്വർണം കവരാൻ ശ്രമിക്കുന്നു, പ്രതിരോധിക്കുന്നു, അവിടെ വെച്ച് കൊലപാതകം നടക്കുകയാണ്. ആ ക്രൈം സ്പോട്ടിലേക്കുള്ള തെളിവെടുപ്പ് ഇന്ന് നടക്കും. ഇന്നലെ ADGP MR അജിത് കുമാർ കോഴിക്കോട് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഈ കേസിൻ്റെ, ഇത് മാത്രമല്ല പല കേസുകളുടെയും റിവ്യൂ നടന്നിരുന്നു. ഡോക്ടർ അരവിന്ദ് സുകുമാരൻ, അതായത് റൂറൽ SP-യും ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. IG സേതുരാമൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കേസിൽ ഇനി തുടർന്ന് ശാസ്ത്രീയ അന്വേഷണം, മറ്റു കാര്യങ്ങൾ, കാരണം ഈ പ്രതി മുജീബ് റഹ്മാൻ്റെ കസ്റ്റഡി കാലാവധി നാളെ തീരുകയാണ്. അതിനു മുമ്പ് കൂടുതൽ ചോദ്യം ചെയ്യൽ, കാരണം ഇയാൾ ഒരു ഹാബിച്വൽ ഒഫൻഡറാണ്, ഒരു സ്ഥിരം കുറ്റവാളിയാണ്. പോലീസ് ഇന്നലെ റിപ്പോർട്ട് നൽകി കഴിഞ്ഞു. മുൻ കേസുകളിൽ ജാമ്യം അനുവദിച്ചത് റദ്ദ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ ഇതെല്ലാം നടക്കുന്നത് വൈകിയ വേളയിലാണ്. കാരണം ഇങ്ങനെ ഒരു കൊടും ക്രിമിനൽ കാപ്പ ചുമത്തിയിട്ടും നിയമത്തിൻ്റെ പഴുതുകൾ ഉപയോഗിച്ച് പുറത്തിറങ്ങി SK. എന്നിട്ടാണ് ഈ വലിയൊരു കുറ്റകൃത്യം, ഒരു യുവതിയെ കൊലപ്പെടുത്തുന്ന കുറ്റകൃത്യത്തിലേക്ക് എത്തിയത്. സ്ഥിരം കവർച്ച നടത്തുന്നു. മാത്രമല്ല പോലീസ് ഇയാളെ കൊണ്ടോട്ടിയിൽ വെച്ച് പിടികൂടുന്ന സമയത്തും നാടകീയമായ രംഗങ്ങളായിരുന്നു, പ്രതിരോധമായിരുന്നു, അക്രമമായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ SK ഈ കേസിൽ വലിയ പ്രാധാന്യമുണ്ട്. കാരണം മലബാറിൽ ഈ അടുത്ത കാലത്ത് നടന്ന ഒരു പ്രധാനപ്പെട്ട കവർച്ചാ കൊലക്കേസാണ്. ഈ കേസിൽ തുടർ നടപടികൾ ശക്തമാക്കാൻ വേണ്ടിയുള്ള ആലോചനകൾ പോലീസ് നടത്തി കഴിഞ്ഞിരിക്കുന്നു. ജുഡീഷ്യൽ സംവിധാനത്തിലൂടെ കൃത്യമായ അടിയന്തരമായി തന്നെ ട്രയൽ നടത്തിക്കൊണ്ട് ഇയാളെ അകത്താക്കാനുള്ള ശ്രമമാണ് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ നടക്കുന്നത്. SK